ചങ്കുകളെ എല്ലാവർക്കും നമസ്കാരം. മല്ലു ജംഗ്ഷനിൽ ഇന്നൊരു അടിപൊളി എപ്പിസോഡാണ് നിങ്ങൾക്ക് മുമ്പിൽ വരാൻ പോകുന്നത്. ഒരു ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവരുണ്ടല്ലോ ഈ തായ്സ് ഒഴിവായി അവനിക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ലാന്ന് പറഞ്ഞത്. കപ്പാസിറ്റി ഇല്ല. പിന്നെ എന്താ സംഭവം എന്നറിയോ? ഈ ഒരു സംഭവം ഇത് ജോളോ ചിപ്പ്, ലോകത്തിലെ ഏറ്റവും എരിവ് കൂടിയ ചിപ്സാണിത്. അപ്പോൾ ഇതെല്ലാവരും യൂട്യൂബിൽ കുറേ വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്, കഴിക്കുന്ന വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. നമ്മളും കഴിക്കാൻ തന്നെയാണ് പോകുന്നത്. പക്ഷേ ഇതിൻ്റെ കൂടെ ഏറ്റവും എരിവ് കൂടിയ കുരുമുളക് പൊടിയും പ്ലസ് മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഞാനും ഇത് നമ്മുടെ ചങ്ങാതി ഫജറും കൂടി കഴിക്കാനായിട്ട് പോകുന്നത്. ബാക്കി വിശേഷങ്ങളൊക്കെ എന്താവുമെന്ന് കണ്ടറിയണം. എന്താവുമോ എന്തോ അറിയില്ല. നമ്മള് 2 പാക്കറ്റാണ് ഉള്ളത്. 2 പാക്കറ്റിൽ 1 പാക്കറ്റ് ഞാനും കഴിക്കും, 1 പാക്കറ്റ് ഇവനും കഴിക്കും. എന്തായാലും നേരെ ബെറ്റിലേക്ക് നമുക്ക് പോവാം. ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഇതാ ബെറ്റ് നമ്മൾ തുടങ്ങിയാണ്. അപ്പൊ നമ്മൾ നമ്മുടെ ഇന്നത്തെ ചലഞ്ച് ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. ഞാനും നമ്മുടെ ഫജറുദ്ദീനാണ് ഇവിടെ ചലഞ്ചിനായിട്ടുള്ളത്. ഫജറു, ആർ യു റെഡി? ഓക്കെ. അപ്പൊ നമ്മൾ 2 ചിപ്സ് ഉണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ 2 ചിപ്സാണുള്ളത്, 2 ജോളോ ചിപ്സാണുള്ളത്. അതിലൊന്ന് ഞാനും കഴിക്കും, ഒന്ന് ഇവനും കഴിക്കും. അപ്പോൾ ഇതിനകത്ത് എക്സ്ട്രാ നമ്മൾ ചേർക്കുന്ന കാര്യങ്ങൾ പെപ്പർ പൗഡർ, ചില്ലി പൗഡർ, ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ വീണ്ടും എരിവിനായിട്ട് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ എരിവ് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ഹണി വെച്ചിട്ടുണ്ട്, നല്ല തേന്, ഡാബറിൻ്റെ തേനുണ്ട്, ചോക്കോ പൈ ഉണ്ട്, പിന്നെ കുറച്ച് ജിലേബി വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ 2 കുപ്പി വെള്ളവും എൻ്റെ കയ്യിലും അവൻ്റെ കയ്യിലും കുറച്ച് വെള്ളമുണ്ട്, പിന്നെ എക്സ്ട്രാ ബോട്ടിൽ വെള്ളം ഇവിടെ ഉണ്ട്, വേറെ ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്തായാലും ആരംഭിക്കാൻ പോവുകയാണ്. ഇവിടെ ജോളോ ചിപ്പ് ലാസ്റ്റ് ചിപ്പ് ചലഞ്ച് എന്നൊക്കെ എഴുതി കാണിച്ചിട്ടുണ്ട്. ക്യാൻ യു ഹാൻഡിൽ ദിസ് ഡെഡ്ലി ചിപ്പ് അങ്ങനെയൊക്കെ എഴുതിയിട്ട് ഇവിടെ സംഭവങ്ങളൊക്കെ കുറച്ചുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതിനകത്തുള്ളത് 2 ചിപ്സ്, 2 ചെറിയ പാക്കറ്റ് ചിപ്സുകൾ, ഇതാണ് നമ്മൾ കഴിക്കേണ്ടത്. ഓക്കെ ഫജറോ, റെഡിയല്ല മോനെ? ഒരു ശവപ്പെട്ടി നീ വെച്ചോ, ഒരു ശവപ്പെട്ടി ഞാനും വെക്കാം. ഓക്കെ. അപ്പോൾ ഇതിൽ നമ്മൾ ചിപ്സ് മുറിക്കാൻ പോവുകയാണ്. ആദ്യത്തെ ചിപ്സ് ഞാൻ മുറിച്ചു, സംഭവം കിട്ടിയിട്ടില്ല, ഒന്നും കൂടെ മുറിക്കുന്നുണ്ട്. നല്ല എരിവുള്ളതാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചിപ്സ്, ഇതാണ് നമ്മുടെ ജോളോ ചിപ്സിൻ്റെ ഒരു പീസ്. ഇതിനകത്ത് വേറെ പീസ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഈ ഒരു ഒറ്റ സംഭവമേ ഉള്ളൂ. അത് ഞാൻ എന്തായാലും ഫജറുവിൻ്റെ ശവപ്പെട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എനിക്കുള്ള ശവപ്പെട്ടിയുള്ളത് ഞാൻ പൊളിക്കുന്നുണ്ട്. എനിക്ക് 2 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നല്ലോ. 2 ചിപ്സ് എനിക്ക് കാണുന്നുണ്ട്, 2 പൊട്ടിയ ചിപ്സാന്ന് തോന്നുന്നു. അതും അവിടെ വെച്ചു. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ചില്ലി പൗഡർ പൊളിക്കാൻ പോകുന്നു. ഇച്ചിരി ചില്ലി പൗഡർ പൊളിക്കാം. ഇച്ചിരി ചില്ലി പൗഡർ എന്തിട്ടു. അടുത്തതായിട്ട് കുരുമുളക് പൗഡർ നമ്മളിതിനകത്തേക്ക് ഇടുന്നു. കുരുമുളക് പൗഡർ ഇട്ടു. ഒന്ന് അടിപൊളിയായിട്ട് മിക്സ് ചെയ്യാം. അടിപൊളിയായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ആദ്യം നമുക്ക് ഒരു കാര്യം ചെയ്യാം, ചിപ്സ് മാത്രം കഴിക്കാം. അതായത് ഒരു ചെറിയ കഷ്ണം ചിപ്സ് മാത്രം നമ്മൾ കഴിച്ചു നോക്കുകയാണ്, മുളകൊന്നും ചേർക്കാതെ. ഓക്കെ, ചെറിയ പീസ് എടുത്താൽ മതി. പള്ളി വലിയ എരിവൊന്നുമില്ല, ഇപ്പം വലിയ എരിവൊന്നും തോന്നുന്നില്ല. നിനക്കോ? ഇല്ല. ഓക്കെ, എന്തായാലും നമ്മൾ ഇനി നമ്മുടെ ചിപ്സ് ഇതിനകത്തേക്ക് ചേർക്കുകയാണ്. മുളക് പൊടിയും കാര്യങ്ങളൊക്കെ ഇതിനകത്തേക്ക് വിതറുന്നുണ്ട്. കുറച്ചൊന്നല്ല, കുറേ തന്നെ ഇടൂ. ഇപ്പോൾ ഫജറു മോനെ, ഇതാ നമ്മുടെ ചിപ്സിൽ, നമ്മുടെ 2 പേരുടെയും ചിപ്സിൽ പിന്നെ മുളക് പൊടിയും കുരുമുളക് പൊടിയും മിക്സ് ആക്കിയിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളിത് കഴിക്കാൻ പോവുകയാണ്. ഇപ്പം തന്നെ ശബ്ദങ്ങളൊന്നും വരാതെ ആയിട്ടുണ്ട്. നോക്കാം, കഴിക്കടാ. തോമസ് കുട്ടി ഇട്ടോടാ.
നല്ല എരി. ഇല്ലപ്പാ, ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇല്ലല്ലേ? വരുന്നുണ്ട്, അയ്യോ വരും. എങ്ങനെയുണ്ട് ഫജറു? അവസ്ഥ എങ്ങനെയുണ്ട്? വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആഹാ, അടിപൊളി അടിപൊളിയാ. കുറച്ചുകൂടി മുളകോട്ടി തേന് വേണം. പിടിക്കല്ലടാ. അസ്കർ മിക്കവാറും 500 അങ്ങോട്ട് കൊടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നത്. തേനൊക്കെ കുടിച്ച് പണിയാക്കുന്നുണ്ട്. ഇല്ലടാ, അതിന് മാത്രം വലിയ വരുമൊന്നുമില്ല. അതിന് പറയാൻ മാത്രം വലിയ ഒന്നുമില്ല അല്ലേ? കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ടോ? വെള്ളം വരുന്ന എനിക്കിപ്പോൾ നിങ്ങളെ കാണുമ്പോൾ അരിക് മമ്മൂട്ടിനെ ഓർമ്മ വരുന്നത്. ഒരു മിനിറ്റ്, ശബ്ദങ്ങളൊന്നും കിട്ടുന്നില്ല. ഒരു മിനിറ്റ്. എനിക്ക് അത്ര വലിയ ഫീലൊന്നുമില്ല. സംഭവം ഉള്ളിൽ നിന്ന് എന്തൊക്കെ ഒരു ആളലൊക്കെ വരുന്നുണ്ട്. ഇവിടെ അത്ര വലിയ എഫക്റ്റ് ഒന്നുമില്ല കേട്ടോ. നമുക്ക് പിന്നെ ഉള്ളത് നമ്മുടെ വായക്കകത്ത് കുറച്ചത്, വേറെ സീനൊന്നുമില്ല. എന്തായാലും കുറച്ച് വെള്ളം കുടിക്കാം. ചോക്കപ്പ കഴിച്ചോ? അപ്പോൾ എന്തായാലും വലിയ എരിവെന്ന് എനിക്ക് തോന്നില്ല. കാരണം നമ്മൾ കണ്ണൂരുകാർ പൊതുവെ എരിവ് കൂട്ടി ശീലിച്ച ആളുകളാണ്. അതുകൊണ്ട് തന്നെ വലിയ എരിവൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്നാലും അത്യാവശ്യം നല്ല എരിവുണ്ട്. അത്യാവശ്യം ഒരു കുഴപ്പമില്ല, നമ്മുടെയൊക്കെ താങ്ങാൻ പറ്റുന്ന എരിവ് തന്നെ ഉള്ളൂ. അതിനകത്ത് കൂടുതലൊന്നുമില്ല. പ്ലസ് ഞാനും മുളക് പൊടിയും സാധാ മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ടും നമ്മുടെ ബോഡിക്ക് താങ്ങാൻ പറ്റുന്ന ഒരു എരിവ് തന്നെ ഉള്ളൂ. പിന്നെ ചെറിയ ഒരു പോയിൻ്റ് നമുക്ക് ചില സമയങ്ങളിൽ സംസാരം കിട്ടാതാവുന്നുണ്ട്. അത്രയല്ലാതെ വേറൊന്നുമില്ല. വേറെ വലിയ കുടലിനകത്ത് ആളലോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എന്താണ് നിൻ്റെ ഫീലിംഗ്? എന്താണ് എക്സ്പീരിയൻസ് പറയൂ. കുടലിനുള്ളിൽ ആളുന്നുണ്ട്, വരുന്നുണ്ട്. പറ. കുടലിനുള്ളിൽ തുടങ്ങിയിട്ടുണ്ട്. കുടിച്ചോ അതിലൊക്കെ. അപ്പോൾ എന്തായാലും ഫജറൂന് നല്ല പണി കിട്ടിയിട്ടുണ്ട്. എനിക്ക് വലിയ ഇതൊന്നും ഇല്ല. സംഭവം ക്യാമറക്ക് മുന്നിലായതുകൊണ്ട് തള്ളുന്നതല്ല, ചെറിയൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എനിക്കൊന്ന് ഒന്നിക്കൽ ഇവൻ ഭക്ഷണം കഴിച്ചതിൻ്റെ ഇപ്പോൾ ഭക്ഷണം കഴിച്ചത് രാവിലെ കഴിച്ചത്. ഞാനൊരു 8 മണി കഴിച്ചതാ. അപ്പോൾ ഇവൻ 10 മണിക്ക് 11 മണിക്ക് അങ്ങനെ കഴിച്ചുകൊണ്ടാണെന്നറിയില്ല. ഞാൻ പോയി വെള്ളം കൂടി അത് പോയി. അത് ആ സാധനം രണ്ടും കൂടി ഇതായപ്പോൾ സമയത്ത് ചേരാനിട്ട് തന്നെ. പക്ഷേ അങ്ങനെ ജോളോ ചിപ്പ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള ഫജറിൻ്റെ അവസ്ഥ ഇത് ശരിക്കും തളർന്നു പോയാണ്. എനിക്കത്ര വലിയ എഫക്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഫജറിന് ശരിക്കും വയറിന് പണി കിട്ടിയെന്ന് തന്നെ പറയാം. അവൻ്റെ ശരീരം മൊത്തം എന്തൊക്കെയോ ആവുന്നു. എന്താ പേര് പോലും ഇടാൻ പറ്റണില്ല, ആ രൂപത്തിലാവുന്നുണ്ട്. അപ്പോൾ ജോളോ ചിപ്പ് ട്രൈ ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് വാണിംഗ് ആയിട്ട് തന്നെ കരുതുക. ചെറിയ കുട്ടികൾ, ഗർഭിണികളായ സ്ത്രീകൾ, അതുപോലെ വയറ്റിന് അസുഖമുള്ള ആളുകൾ ഒന്നും ഈ ഒരു ചിപ്സ് ദയവായിട്ട് ട്രൈ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് കപ്പാസിറ്റി ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ചിപ്സ് ട്രൈ ചെയ്യുക. സംഭവം ചെറിയൊരു സാധനമാണ്, പക്ഷേ നമ്മുടെ ഫജറുവിന് കണ്ട അവസ്ഥയായിരിക്കും. ഫജർ കുറേ സമയം വോമിറ്റിംഗ് ഒക്കെ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾ ചിപ്സ് കഴിച്ചു കഴിഞ്ഞാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്നുള്ളത്, നിങ്ങളുടെ ഏത് പാർട്സിലും ബോഡി പാർട്സിലും തൊടുന്നതിന് മുന്നേ നിങ്ങളുടെ കൈ വളരെയധികം വൃത്തിയായിട്ട് സോപ്പ് ഉപയോഗിച്ചിട്ട് കഴുകുക. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ തൊടുന്നു അവിടെ പണി കിട്ടും. ആ ഒരു കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ഈ ഒരു ചിപ്സ് കഴിക്കുന്ന കൂട്ടത്തിൽ മനസ്സിൽ വെക്കുക.
അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ജോളോ ചിപ്പ് എപ്പിസോഡ് അല്ലെങ്കിൽ ജോളോ ചിപ്പിൽ നമ്മുടെ എക്സ്പീരിയൻസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.